മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോള് ഐസിയിൽ കയറി അച്ഛനെ കാണുന്നുണ്ട്. ബാലേന്ദ്രനും അവളെ കണ്ടപ്പം ഭയങ്കര സന്തോഷം, സമാധാനമാകുന്നു. അവളുടെ കൈ ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴാണ് കൃഷ്ണമോൾ ആ കാര്യം പറയുന്നത്. അമ്മയ്ക്ക് സങ്കടമായിപ്പോയി, അമ്മയുടെ സങ്കടം തീർക്കണമെങ്കിൽ വിളിക്ക്, വന്ന് കാണട്ടെ എൻ്റെ ഈ കടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഹത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു പറിച്ച് കളഞ്ഞ് വയലൻ്റ് ആകുന്നു. അപ്പം നേഴ്സുമാരും കൃഷ്ണമോളും എങ്ങനെയൊക്കെയോ സമാധാനിപ്പിക്കുന്നു. ബബിതയുടെ എല്ലാ ചുറ്റിക്കളികളും അലീന കാണുന്നുണ്ടെങ്കിലും അവളായിട്ട് അതൊരു പ്രശ്നമാക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പതിവ് പോലെ നമ്മുടെ വൈജയന്തി അലീനെ ചൊറിയാനായിട്ട് പോകുന്നു. അലീന നന്നായിട്ട് മാന്തി വിടുന്നുണ്ട്. ഏതോ അലവലാതി പെണ്ണ് പിഴച്ചു വെറ്റ് ഓർഫണേജിൽ കൊണ്ട് തള്ളിയ അവിടെ വളർന്ന നിൻ്റെ സംസ്കാരം എനിക്കറിയാം. അപ്പം പിഴച്ച് പ്രസവിക്കുന്നത് ഒരു സംസ്കാരം ഇല്ലായ്മയാണെന്ന് മേഡത്തിന് അറിയാമല്ലേ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? നീ എന്നാ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്? ഞാൻ പലതും ഉദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ പറ, കേൾക്കട്ടെ. അത് പറയേണ്ട കാര്യമില്ല, തന്നെത്താൻ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അലീന നന്നായിട്ടൊരു കുത്തു കൊടുത്തതാണ്. പഴയ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തു, ആഗ്രയിലെ കാര്യങ്ങൾ. അത് കേട്ടിട്ട് വൈജയന്തിക്ക് ഒരല്പം ടെൻഷനാകുന്നു. ഇവക്ക് എൻ്റെ പഴയ കാര്യങ്ങൾ അറിയാമോ എന്നുള്ളൊരു ടെൻഷൻ. അതേ സമയത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന വൈജയന്തിയെ കൃഷ്ണമോൾ വിളിക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നോട്ടെ, നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആരുണ്ട്? ഞാൻ അലീന ചേച്ചി കൂട്ടി വന്നോളാന്ന് പറയുമ്പോൾ വൈജയന്തി എടുത്ത വായിലേ പറയുന്നുണ്ട്, വേണ്ട, അവളെ കൂട്ടിക്കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. കോള് കട്ട് ചെയ്തതിന് ശേഷം കൃഷ്ണമോൾ അലീനയോട് പറയുന്നുണ്ട്, ചേച്ചിയെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നെന്ന് അലീന പറയുന്നു. നിങ്ങളെന്തോ കീരിയും പാമ്പുമാണോ? ഞാൻ കീരിയുമല്ല പാമ്പുമല്ലെന്ന് അലീന തമാശ രൂപത്തിൽ പറയുന്നു. സ്വന്തം അമ്മയെ കാണാനും അമ്മയോടൊപ്പം കുറച്ച് ദിവസം ചെലവഴിക്കാനാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മയാണ് മകളാണെന്നുള്ള കാര്യം പരസ്പരം അറിയാതെ ഇരിക്കുവാണെങ്കിലും വൈജയന്തിയുടെ ഓരോ വാക്കുകളും അലീനയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇപ്പം അലീനയും തക്ക മറുപടികൾ തിരിച്ചു കൊടുക്കുന്നു. ബാലേന്ദ്രൻ പോലും ഇത്രയധികം ദേഷ്യം തന്നോട് കാണിച്ചുവെങ്കിലും വൈജയന്തിക്ക് ആ ഒരു കൂസലൊന്നുമില്ല.